സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കാലാവസ്ഥയുടെ കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിവാൽ ചേരും. അതേപോലെ കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. കോഴിക്കോടും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നു. കൊച്ചിയിലും മഴയുണ്ട്. ആൻമരിയ സണ്ണി ചേരും. ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ്, നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് രാഹുൽ വിജയനും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അനീഷ്, ഇന്നലെ രാത്രിയിലും തലസ്ഥാന നഗരിയിൽ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ പ്രവചനം അനുസരിച്ച് ജാർഖണ്ഡ്, രാജസ്ഥാൻ സംസ്ഥാനത്തിന് മുകളിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുകയും അത് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഈ മാസം 19-ാം തീയതി വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ അറിയിക്കുന്ന മുന്നറിയിപ്പ്. അത് പ്രകാരമാണ് നേരത്തെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായിട്ടുള്ളതും ഈ മഴ മുന്നറിയിപ്പിൽ ഏറ്റവും റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ആ രണ്ട് ജില്ലകളിൽ ആണ് ഇത്തവണയും ഓറഞ്ച് അലർട്ട് ഉള്ളത്. പിന്നീട് മധ്യ കേരളത്തിൽ ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും പക്ഷേ മഞ്ഞ അലർട്ടാണ്. പക്ഷേ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാത്രിയിലടക്കം തെക്കൻ കേരളത്തിൽ, അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഇടവിട്ടുള്ള മഴ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. ഒപ്പം തന്നെ മഴയേക്കാൾ ഏറ്റവും വലിയ അപകടകാരി കാറ്റാണ്. 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയുണ്ട്. തീരദേശത്ത് താമസിക്കുന്നവർ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം. ഈ മാസം 19 വരെയും തീരദേശത്തും മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയടക്കം എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ളവർ രാത്രി യാത്രാ നിരോധനം നിലവിൽ ഔദ്യോഗികമായി അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ സമിതിയോ കേന്ദ്രമോ അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ കൂടി ജാഗ്രത വേണമെന്നുള്ള അറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സുരക്ഷിതമായ പാർപ്പിടമില്ലാത്ത ആളുകൾ മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രളയമോ ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പകൽ സമയം തന്നെ തങ്ങൾക്ക് യഥാസമയം പോകാൻ കഴിയുന്ന തരത്തിലുള്ള സുരക്ഷിത താവളം അത് ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമേ രാത്രിയിൽ അത്തരത്തിലുള്ള ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കാൻ പാടുകയുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആ രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഒറ്റപ്പെട്ട അല്ലെങ്കിൽ മഴയുണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത്, ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കുന്നത്. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് സൂചന. ഇനി കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് ചേരുന്നു. കാസർഗോഡും കണ്ണൂരും ഒക്കെ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പറയൂ നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, മഴ കാണുമ്പോൾ പാട്ടൊക്കെ വരുന്നോ? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല പ്രഭാതമാണ്, നല്ല മഴയാണ്. രാവിലെ മുതൽ തന്നെ ഉണ്ട് ഇടവിട്ടുള്ള മഴ. ഇപ്പോൾ നന്നായിട്ട് പെയ്യുന്നുണ്ട്. രണ്ട് ജില്ലകളിൽ, മലബാറിൽ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട് അടക്കമുള്ള കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ് എന്നിരിക്കുകയും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടാണെങ്കിലും നല്ല മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഞാനുള്ള പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നന്നായി മഴ പെയ്യുന്ന ഈ ഒരു കളിക്കളമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് തീരദേശ മേഖലയിൽ ആശങ്കയുള്ളത് വെള്ളയിലും ബേപ്പൂരും ഫറോക്കും ചാലിയം ബീച്ചിലും ഒക്കെയാണ്. അവിടങ്ങളിലൊക്കെയുള്ള ആശങ്കകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കടൽ ഭിത്തികളൊക്കെ നേരത്തെ ഒരുക്കിയിരുന്നു. എന്നിരിക്കെ പോലെയും ഈ വെള്ളം കയറുന്ന മേഖലകളുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതത് പഞ്ചായത്തുകളും മറ്റും നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ സാമാന്യം നല്ല മഴ, അതായത് അതിശക്തമായ മഴ എന്ന മുന്നറിയിപ്പില്ലെങ്കിൽ പോലും ശക്തമായ മഴ തന്നെ ഈ ജില്ലകളിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. സാമാന്യം മഴയുള്ള ദിവസമായിരിക്കും ഇന്ന് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. താങ്ക് യു നിഖിൽ പ്രമേഷ്. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ പൊതുവെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആൻമരിയ സണ്ണി. എന്താണ് ആൻമരിയ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള മഴയുടെ വിവരങ്ങൾ?
ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്ന മഴയാണ് എറണാകുളം ജില്ലയിൽ. അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഇടവിട്ടുള്ള മഴയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര തീരദേശ മേഖലകളിലെല്ലാം പെയ്യുന്നത്. മലയോര മേഖലകളിലെയും തീരദേശ മേഖലകളിലെയും ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നേരത്തെ മുതൽ തന്നെ, അതായത് ഇന്നലെയാണ് ഈ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ ജില്ലാ ഭരണകൂടം ഇവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മലയോര മേഖലകളിലുള്ളവരോട് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കാറ്റാണ് മഴയേക്കാൾ ശക്തമായിട്ടുള്ളത്. അത് ഇന്നലെ രാത്രിയിലൊക്കെ അതിശക്തമായിട്ടുള്ള കാറ്റ് ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള കാറ്റ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, നേരത്തെ പെയ്ത എല്ലാ മഴയിലും ശക്തമായിട്ടുള്ള ഈ കാറ്റ് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം 7ഓളം വീടുകളാണ് പൂർണ്ണമായിട്ടുള്ള ഈ കാറ്റിൽ മാത്രമായിട്ട് നശിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് പറയുന്നത്. അതായത് വലിയ മരങ്ങളുള്ള ഭാഗങ്ങളിൽ, ആ ഭാഗങ്ങളിൽ താമസിക്കുന്നവരോടൊക്കെ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇനി തീരദേശ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ കടലാക്രമണം ശക്തമായി ഉണ്ടാകുമെന്നുള്ള കണക്കിലെടുപ്പ് കൊണ്ട് അവരോട് അവിടെ നിന്ന് മാറി താമസിക്കണം. ഈ കടലാക്രമണവും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുകയാണ് എങ്കിൽ മാറി താമസിക്കണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും ബന്ധുവീടുകളിലേക്കടക്കം മാറിയിട്ടുണ്ട്. ക്യാമ്പുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴ ഇടവിട്ടാണ് പെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുന്നതുമായി കണക്കിലെടുത്തുകൊണ്ട് ക്യാമ്പുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും തീരുമാനമെടുക്കാൻ തന്നെയാണ് ഇവിടുത്തെ തീരുമാനം. ഓക്കെ, താങ്ക് യു ആൻമരിയ സണ്ണി. ഇനി ഇടുക്കിയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. ഇടുക്കിയിലെ മലമടക്കെടുന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? SKN ഓറഞ്ച് അലർട്ട് ആണെങ്കിലും അതിന് സമാനമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ രാജാക്കാട്, പൂപ്പാറ, അതുപോലെ തന്നെ മൂന്നാർ മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് താനും. ബാക്കിയുള്ള മേഖലകളിൽ മഴ അത്ര കാര്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്നലെ രാത്രിയിലൊക്കെ ഇടവിട്ടുള്ള മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മഴ മാറിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള ഓറഞ്ച് ബുക്കിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമ്പിലേക്ക് ആരെങ്കിലും മാറേണ്ടതായിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്ക് മഴയുടെ സാഹചര്യം നിലവിൽ മാറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. ഡാമുകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന ഘട്ടം എത്തിയതാണ്. പിന്നീട് ആ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഏതെങ്കിലും ഡാമുകൾ അത്യാവശ്യമായി തുറക്കേണ്ട സാഹചര്യം ഇല്ല. അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവായി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇടുക്കിയിലെ സാഹചര്യം. എന്തായാലും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒരു ഭാഗത്ത് മാത്രം, ചില പ്രദേശങ്ങളിൽ മാത്രം, രാജാക്കാട്, അതുപോലെ തന്നെ പൂപ്പാറ, മൂന്നാർ ഭാഗങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ശക്തമായ കാറ്റ് ഈ മേഖലയിൽ വീശുന്നുണ്ട്. അത് ഒരുപക്ഷെ ചില സമയങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ ഈ കാറ്റ് ഒരു വില്ലനായി മാറിയേക്കാം എന്നുള്ളൊരു പേടി ഈ തോട്ട മേഖലയിലൊക്കെ മരമൊടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മഴ ഒരു ഭീഷണിയാകുന്നില്ല SKN ഇവിടെ. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.